ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊറോട്ടൻ്റെയും പൂരിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെള്ള ബാജിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. എരിവൊന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർ കഴിച്ചിരിക്കും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 400 ഗ്രാം ഉണ്ടാവും. ഇത് തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്യുക. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കട്ടാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് 3-ാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 ഗ്രാമ്പുവാണ്. 2 മതി, കൂടുതൽ വേണ്ട. എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് മാത്രം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. കറിക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഉടച്ചു കൊടുക്കുന്നത്. കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് 2-ാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ 1-ാം പാല് ഒഴിച്ചു കൊടുക്കുക. തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഒരുപാട് സമയം തിളക്കണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.